ഓർക്കിഡിലെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് ചുറ്റുമുള്ള മറ്റ് ചെടികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ഒരു ചെടിയാണ് ഓർക്കിഡ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഇവയെ എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ച് ധാരാളം സംശയങ്ങളുണ്ടാവും. ഇവയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അനുയോജ്യമായ സാഹചര്യങ്ങൾ നൽകിയാൽ അതിമനോഹരങ്ങളായ പൂങ്കുലകൾ വിരിയുന്ന ഓർക്കിഡ് ചെടികൾ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ വളർത്താൻ സാധിക്കും. ഓർക്കിഡ് വളർത്തുമ്പോൾ ചെയ്യരുതാത്ത 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഓർക്കിഡുകൾ എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് ആണ്. അവയ്ക്ക് വളരുവാൻ മണ്ണിൻ്റെയോ ചകിരിച്ചോറിൻ്റെയോ ആവശ്യമില്ല. മറ്റു പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ച് വളർന്ന് ഏറിയൽ റൂട്ട്സ് വഴി അന്തരീക്ഷത്തിൽ നിന്നും വെള്ളവും പോഷകങ്ങളും വലിച്ചെടുത്താണ് അവ വളരുന്നത്. വേരിന് പറ്റിപ്പിടിച്ച് വളരാൻ അനുയോജ്യമായ കരി, ഓട് കഷ്ണങ്ങൾ, ഉണങ്ങിയ തൊണ്ട് കഷ്ണങ്ങൾ എന്നിവയൊക്കെ പോട്ടിംഗ് മീഡിയമായി ഉപയോഗിക്കാം. ഓർക്കിഡുകളെ മണ്ണിൽ നട്ടാൽ വേരുകൾക്ക് വായു ലഭിക്കാതെ വരികയും അധികം താമസിയാതെ തന്നെ ചെടികൾ നശിച്ചു പോവുകയും ചെയ്യും. ഓർക്കിഡ് പോട്ടുകളുടെ അടിയിൽ വെള്ളം കളക്ട് ചെയ്യാനായി വയ്ക്കുന്ന ട്രേകളിലോ ചെടികൾ ഇറക്കി വയ്ക്കുന്ന ഡെക്കറേറ്റീവ് പോട്ടുകളിലോ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പോട്ടുകളുടെ അടിഭാഗത്തു കൂടി വരുന്ന വേരുകൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നാൽ അവ അഴുകി തുടങ്ങും. പതുക്കെ വേരുകൾ മുകളിലേക്ക് ചീഞ്ഞു തുടങ്ങും. ഇത് ചെടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. പൂത്തു നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പൂക്കളിൽ വീഴാതെ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് വെള്ളം പൂക്കളിൽ വീഴാത്ത വിധത്തിൽ ചെടികളെ മാറ്റിവെക്കണം. ഓർക്കിഡ് പൂക്കൾ വാടാതെ ദീർഘനാൾ നിൽക്കുമെങ്കിലും അവയിൽ വെള്ളം വീണാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നേരത്തെ പറഞ്ഞതുപോലെ ഓർക്കിഡുകൾ എപ്പിഫൈറ്റിക് പ്ലാന്റ്സ് ആയതുകൊണ്ട് അവയുടെ വേരുകൾ വായുവിലേക്ക് നീണ്ടു വളരും. നമ്മൾ ചെടി നട്ടിരിക്കുന്ന പോട്ടുകളുടെ സൈഡിലൂടെയും മുകളിലൂടെയും ഒക്കെ അവ പുറത്തേക്ക് വളരും. പുറത്തേക്ക് വളരുന്ന ഈ വേരുകളെ മുറിച്ചു മാറ്റരുത്. നല്ല ആരോഗ്യമുള്ള വേരുകൾ ഉള്ള ചെടികൾ നന്നായി വളർന്നു പൂവിടും. പൂക്കൾ വന്ന് കൊഴിഞ്ഞ സ്യൂഡോസ്റ്റെംസ് ഇലകളൊക്കെ കൊഴിഞ്ഞ് അനങ്ങാതെ നിൽക്കും. നല്ല ആരോഗ്യമുള്ള ഇത്തരം തണ്ടുകൾ മുറിച്ചു കളയരുത്. ഈ തണ്ടുകൾ നല്ല വണ്ണത്തിലിരിക്കുന്നത് അവയിൽ വെള്ളവും പോഷകങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും ഇവ ബാറ്ററി പോലെയാണ്. ഇവയിൽ നിന്നുള്ള എനർജി പുതുതായി ചെടിയിൽ വളരുന്ന സ്യൂഡോസ്റ്റെംസും സ്പൈക്സും ഉപയോഗിക്കും. ചിലപ്പോൾ പുതിയ സ്പൈക്കുകളോ തൈകളോ ഇവയിൽ ഉണ്ടാവുകയും ചെയ്യും. പൂത്തു കഴിഞ്ഞ സ്യൂഡോസ്റ്റെംസ് മുറിച്ചു കളഞ്ഞാൽ ഓർക്കിഡിന്റെ വളർച്ച സ്ലോ ആകും. പൂവുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം എല്ലാ ചെടികളെയും ശ്രദ്ധിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവ്, സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യം, രോഗകീടബാധ, ഒച്ചിൻ്റെ ആക്രമണം തുടങ്ങിയവയൊക്കെ നമുക്ക് ആദ്യം തന്നെ നോട്ട് ചെയ്യാനും കൂടുതൽ രൂക്ഷമാകാതെ ചെടികളെ രക്ഷപ്പെടുത്തിയെടുക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.